വൈകുന്നേരം 6 മണി കഴിഞ്ഞിരിക്കുന്നു. പതിവിലും വൈകിയതിനാൽ ബസ് ഇറങ്ങി തിരക്ക് പിടിച്ച് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു മീര. നല്ല മഴക്കോളുണ്ട്. പുറമെ മഴക്കോള് ബാക്കി നിൽക്കെ മീരയുടെ മനസ്സിൽ പേമാരി ആർത്തിരമ്പി. 6 മണിക്ക് മുന്നേ വീട് എത്തണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുള്ളതാണ് വിനുവേട്ടൻ. ഇന്നിപ്പോൾ അമ്മയുടെയും മകന്റെയും മുഖം കടന്നൽ കുത്തിയ മാതിരി വീർത്തിട്ടുണ്ടാകും. എല്ലാ ടെൻഷനും മനസ്സിലിട്ട് എങ്ങനെയൊക്കെയോ ഓടിപ്പിടഞ്ഞ് വീടിനടുത്തെത്തുമ്പോൾ ഇന്നും അപ്പുറത്തെ വീട്ടിൽ നിന്നും ബഹളങ്ങൾ കേട്ടു. അവിടുത്തെ മരുമകളുടെ ശബ്ദമാണ് ഉയർന്നു കേൾക്കുന്നത്. ഞാനിവിടുത്തെ വേലക്കാരിയല്ല, എൻ്റെ ഇഷ്ടങ്ങൾക്ക് തടയിടാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത് എന്നൊക്കെ ആ കുട്ടി ഉറക്കെ ശബ്ദിക്കുന്നുണ്ട്. അവൾക്കെതിരായി അവളുടെ ഭർത്താവിൻ്റെയും അമ്മയുടെയും ശബ്ദം മുഴങ്ങി കേൾക്കാം. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം ആകുന്നതേ ഉണ്ടാകുകയുള്ളൂ. ഇത്രയ്ക്ക് ധൈര്യത്തോടെ ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെ മുഖത്ത് നോക്കി എങ്ങനെ സംസാരിക്കാൻ കഴിയുമോ എന്ന് അവൾ അതിശയിച്ചു. വീടിൻ്റെ മുറ്റത്തെത്തിയതും ദേഷ്യത്തോടെ നിൽക്കുന്ന വിനുവിനെ കണ്ടു. അവിടെ നിൽക്ക്. വീടിനകത്തേക്ക് കയറാൻ തുനിഞ്ഞ മീരയെ വിനു തടഞ്ഞു. ഇങ്ങനെ തോന്നുമ്പോൾ കയറി വരലും പോകലും ഒന്നും ഇവിടെ നടക്കില്ല. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് 6 മണിക്ക് മുന്നേ വീടെത്തണമെന്ന്. ഇപ്പം സമയം എത്രയായി? 6:30. നിന്റെ നക്കാപ്പിച്ച ശമ്പളം കിട്ടിയിട്ട് വേണ്ട എനിക്കും എൻ്റെ അമ്മയ്ക്കും കുഞ്ഞിനും ഇവിടെ കഴിയാൻ. ഇതവസാനത്തെ പറച്ചിലാണ്. ഇനി ഇതാവർത്തിച്ച പിന്നെ നീ ഈ പടി വിട്ട് പുറത്തിറങ്ങില്ല, വിനു ദേഷ്യത്തോടെ പറഞ്ഞു. നീ ഇങ്ങനെ അവസാനത്തെ എന്ന് പറഞ്ഞു പറഞ്ഞ് വിട്ടുകൊടുത്തോടാ. വിനു പറഞ്ഞു തീർന്നതും തൻ്റെ ഇടത് കൈ ഒഴിഞ്ഞുകൊണ്ട് തീരെ വയ്യ എന്ന ഭാവത്തിൽ വിനുവിൻ്റെ അമ്മ രംഗത്തെത്തി. നിന്റെ വാക്കിന് വല്ല വില കൽപ്പിക്കുന്നവളാണെങ്കിൽ ഇവൾ ഇങ്ങനെ ചെയ്യുവോ? ഈ വീട്ടിൽ എനിക്കൊരു സഹായത്തിന് ആളാകുമല്ലോ എന്ന് കരുതിയാണ് നിന്നെക്കൊണ്ട് വേഗം കല്യാണം കഴിപ്പിച്ചത്. അല്ലേ ഗവൺമെൻറ് ജോലിയുള്ള നിനക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഞാൻ പെണ്ണ് അന്വേഷിക്കില്ലായിരുന്നോ? ഇപ്പം ഈ വീട്ടിലെ ജോലി പോരാഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ കാര്യം കൂടി ഞാൻ നോക്കേണ്ട അവസ്ഥയാണ്. നിന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് എന്താ വിനു കാര്യം? തീരെ അനുസരണയില്ല. അതെങ്ങനാ? അവന് തന്തയുടെ അല്ല തള്ളയുടെ സ്വഭാവമല്ലേ കിട്ടിയിരിക്കുന്നത്. അവരുടെ കുറ്റപ്പെടുത്തലുകൾക്കൊന്നും അവൾ മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് തൻ്റെ ഭർത്താവിനോടെങ്കിലും ഒന്ന് പറയണമെന്ന് അവൾക്കുണ്ടായിരുന്നു. പക്ഷെ കേൾക്കാൻ അയാളും തയ്യാറാകാത്തതിനാൽ പിന്നെ അവൾ അതിനു മുതിർന്നില്ല. അവൾ അകത്തേക്ക് പോയതും അപ്പുറത്തെ വീട്ടിലെ വഴക്ക് ആസ്വദിച്ചു നിന്നു. അവൾ വേഗം ചെന്ന് തറയിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ പോയി ആലിംഗനം ചെയ്തു. മോൻ വല്ലതും കഴിച്ചോ? ആ, അച്ചമ്മ പഴം തന്നു, കൊഞ്ചിക്കൊണ്ടവൻ പറഞ്ഞു. അവൾ കുഞ്ഞിന് ഒരു മുത്തവും നൽകി വേഗം ഡ്രസ്സ് മാറ്റി അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയുടെ കോലം കണ്ട് സത്യത്തിൽ അവളുടെ തല കറങ്ങി. അടുക്കള മുഴുവൻ പാത്രങ്ങൾ വാരി വലിച്ചിട്ടിരിക്കുന്നു. കഴിച്ച പാത്രങ്ങൾ പോലും കഴുകാതെ സിങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്നു. പച്ചക്കറി വേസ്റ്റുകൾ അവിടെ ഇവിടെയായി വലിച്ചെറിഞ്ഞിരിക്കുന്നു. തനിക്ക് പണി തരാനെന്നോണം അമ്മ മനഃപൂർവ്വമാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അവൾക്ക് മനസ്സിലായി. ഇനി പണികളെല്ലാം ഒന്നേന്ന് തുടങ്ങണം. രാത്രിയിലേക്കുള്ള ഭക്ഷണം അടക്കം ഉണ്ടാക്കണം. രാവിലെ എല്ലാ ജോലികളും കഴിച്ചാണ് പോകുന്നത്. ആകപ്പാടെ അമ്മയ്ക്ക് ജോലി എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഇത്തിരി ഭക്ഷണം കൊടുക്കുക എന്നത് മാത്രമാണ്. അതിനും ഇപ്പോൾ കണക്ക് പറച്ചിലാണ്. അമ്മയാണ് ഈ വീട്ടിൽ സർവ്വതും ചെയ്യുന്നതെന്നാണ് വിനുവേട്ടനെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ്? ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനെങ്കിലും അടുക്കളയിൽ കയറിയാലല്ലേ സത്യാവസ്ഥ മനസ്സിലാകുകയുള്ളൂ. മരിക്കുന്ന സമയത്ത് അമ്മ എപ്പോഴും പറയാറുണ്ട്, 10 രൂപയെങ്കിൽ 10 രൂപ നമുക്ക് സ്വന്തമായി വരുമാനം വേണമെന്ന്. മറ്റൊരാളുടെ മുൻപിൽ കൈ നീട്ടി നിൽക്കേണ്ടി വന്നാൽ നമുക്ക് വിലയുണ്ടാകില്ല എന്ന്. ആ വാക്കുകൾ സത്യമാണെന്ന് വിവാഹം കഴിഞ്ഞതും തിരിച്ചറിഞ്ഞു. അടിവസ്ത്രം വാങ്ങാൻ വരെ ഭർത്താവിൻ്റെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥ എത്ര ദയനീയമാണ്. ശമ്പളം കുറവായിട്ടും ടൗണിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലിക്ക് പോയി തുടങ്ങിയതും അതുകൊണ്ടാണ്. പക്ഷേ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സ്ത്രീകൾ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും മാനസികപരമായ സ്വാതന്ത്ര്യം നേടാൻ എന്നാണ് അവർക്ക് കഴിയുക. സ്വന്തം ഇഷ്ടങ്ങളോട് യെസ് പറയാൻ കഴിയുന്നത് പോലെ തന്നെയാണ് ഇഷ്ടക്കേടുകളോട് നോ പറയുന്നതും. അതെല്ലാവർക്കും പറ്റുന്നുണ്ടോ? എല്ലാവർക്കും പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിലും നല്ലത് ആർക്കൊക്കെ അത് സാധിക്കുന്നു എന്ന് ചോദിക്കുന്നതാവും നല്ലത്. വിവാഹം കഴിയുന്നതോടെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ച് അവൾ പൂർണ്ണമായും മറ്റൊരാളായി മാറും. എന്നിട്ട് ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഒരായുസ് മുഴുവൻ ജീവിച്ചു തീർക്കും. ആർക്കൊക്കെയാണ് വിവാഹം കഴിഞ്ഞാൽ നാളിതുവരെ സ്വന്തം വ്യക്തിത്വത്തെ മാറ്റി നിർത്താതെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ചുരുക്കം ചിലരുണ്ടാകും. ഉണ്ടെങ്കിൽ അവർ ഭാഗ്യം ചെയ്തവർ തന്നെ. ബാക്കി വരുന്ന വലിയൊരു വിഭാഗം തൻ്റെ ഇഷ്ടങ്ങളെ ഇന്നും കുഴിച്ചു മൂടി ആരുടെയൊക്കെയോ തീരുമാനങ്ങൾക്ക് വഴങ്ങി ജീവിക്കുന്നവരാണ്. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ, ഒന്നുറങ്ങാൻ, സ്വന്തം വീട്ടിലേക്ക് ചേക്കേറാൻ നാളുകൾ എണ്ണി കാത്തിരിക്കുന്നവർ. സ്വന്തം വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെടുകയും ചെയ്തു ഭർത്താവിൻ്റെ വീട്ടിലൊരു അംഗമാക്കപ്പെടുകയും ചെയ്യാതെ ഏതോ ലോകത്ത് ആർക്കോ വേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ട എന്നെപ്പോലെ എത്രയോ സ്ത്രീകളെ ഇന്നും പല വീടുകളിലും കാണാം.
ആലോചനകൾക്കിടയിലും അവൾ ഓരോ ജോലികൾ വേഗം വേഗം തീർത്തുകൊണ്ടിരുന്നു. ഷോപ്പിൽ നല്ല തിരക്കായതുകൊണ്ട് കുറേ സമയം നിൽക്കേണ്ടി വന്നതിനാൽ അവൾക്ക് നല്ലതുപോലെ നടുവേദന തോന്നി. ജോലിയെല്ലാം വേഗം തീർത്തവൾ കുളിക്കാനായി പോയി. എന്നാലും ആ പെണ്ണിൻ്റെ ഒരു നാക്ക് നോക്കണേ. ആ ചെക്കനെയും തള്ളയും കൊള്ളാഞ്ഞിട്ടാ. ഞാനെങ്ങാണോ ആയിരിക്കണം ഒരു വെട്ടേ അവൾ ശബ്ദിക്കുള്ളൂ. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങളുടെ ശബ്ദം 4 ചുവര് വിട്ട് പുറത്തേക്ക് കേൾക്കരുതെന്നാ. മുളയിലെ നുള്ളിയില്ലെങ്കിലേ വലിയ കുഴപ്പമാ. അവളെ കേൾപ്പിക്കാൻ അവർ പറഞ്ഞുവെങ്കിലും അവൾ കേൾക്കാത്ത മട്ടിൽ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞു മുറിയിലെത്തിയതും ഒരു ലോഡ് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. ഇതിങ്ങനെ ബെഡിൽ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും നേരം അതിനടുത്ത് കിടന്ന് ഫോൺ നോക്കിയിരുന്ന വിനു അവളെ കണ്ടതും തുടങ്ങി. ഞാൻ ഇത്രയും നേരം ഒന്നിരുന്നിട്ടില്ല വിനുവേട്ടാ, ഒന്നിനെ ഹെൽപ്പ് ചെയ്തൂടെ? അവൾ കെഞ്ചി. ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ നിന്നോട് ജോലിക്ക് പോകാൻ. അപ്പോൾ നിനക്ക് നിന്റെ തന്നിഷ്ടം അനുഭവിച്ചോ? വിനുവിൻ്റെ വാക്കുകൾ കേട്ട് അവൾക്ക് കരച്ചിൽ വന്നെങ്കിലും അവൾ കടിച്ചു പിടിച്ചു നിന്നു. രാത്രി നേരത്തെ തന്നെ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുറക്കിയത് ഒന്ന് വിശ്രമിക്കാനാണ്. ഭർത്താവിനും അമ്മയ്ക്കും ഭക്ഷണം എല്ലാം കൊടുത്ത് പണികളെല്ലാം തീർത്ത് മുറിയിലെത്തുമ്പോൾ 10 മണിയായിരുന്നു. അന്നേരവും വിനു ഫോണിൽ തന്നെയായിരുന്നു. മോനെ, ചുമരിനടുത്തേക്ക് കിടത്ത്. ഇന്നും വിടാൻ ഉദ്ദേശമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്നും അയാളുടെ സംതൃപ്തി മാത്രം, അതിനു മാത്രം ഒരു ഭാര്യ. വിനുവേട്ടാ, തീരെ വയ്യ. ഇന്നൊരിത്തിരി സമയം പോലും ഇരുന്നിട്ടില്ല. നല്ല നടുവേദന. ഇന്നിനി വേണ്ട. പതിഞ്ഞ സ്വരത്തിൽ അവൾ അപേക്ഷിച്ചു. ആകെപ്പാടെ നിന്നെക്കൊണ്ടുള്ള പ്രയോജനം ഇതാണ്. ഇതിന് ഞാനിനി വേറെ ആളെ തപ്പി നടക്കണോ? അയാളുടെ ക്രൂരമായ ചോദ്യത്തിനു മുന്നിൽ അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. തൻ്റെ ഭർത്താവിൻ്റെ വലിയ ശരീരം ഓരോ വട്ടം ശരീരത്തിൽ അമരുമ്പോഴും അവൾക്ക് തൻ്റെ അസ്ഥികൾ നുറുങ്ങുന്നത് പോലെ തോന്നി. എല്ലാം കഴിഞ്ഞ് അയാൾ സുഖമായി ഉറങ്ങുമ്പോഴും അവൾ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വിതുമ്പി. പിറ്റേന്ന് 2-ാം ശനിയാഴ്ച ആയിരുന്നതുകൊണ്ട് തന്നെ വിനുവിന് അവധിയായിരുന്നു. രാവിലത്തെ എല്ലാ ജോലികളും തീർത്ത് വെച്ച് ഓടിപ്പിടഞ്ഞാണ് അവൾ ഷോപ്പിലേക്ക് പോയത്. അബ്ദുക്ക, എത്ര തിരക്കാണെങ്കിലും ഞാനിന്ന് 5:30 തന്നെ ഇറങ്ങൂട്ടോ. ചെന്ന് കയറിയതും ഷോപ്പിൻ്റെ ഓണറെ അവൾ ഓർമ്മിപ്പിച്ചു. എന്താ കുട്ടി, ഇന്നലെ മൂപ്പര് വഴക്കു പറഞ്ഞോ? അവൾ മൂളി. മൂപ്പര് വലിയ പഠിപ്പ് ഉദ്യോഗമൊക്കെ ഉള്ള ആളല്ലേ കുട്ടി, എന്നിട്ട് എന്താ ഇങ്ങനെ? അവൾ അതിനു മറുപടി പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു. വൈകുന്നേരം ആകുന്തോറും അവൾ ടെൻഷനോടെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. അതയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സമയം 5:15 അബ്ദുക്ക അവളുടെ അടുത്തെത്തി. എന്നാ കുട്ടി വൈകണ്ട, പൊക്കോ. അല്ലുക്ക, 5:30 ആയിട്ടില്ല. അത് സാരമില്ല, ഇവിടുത്തെ തിരക്ക് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. അവിടെ നിന്നിറങ്ങുമ്പോൾ ഒരപരിചിതനായ അദ്ദേഹത്തിനുള്ള മനസ്സലിവ് പോലും തൻ്റെ ഭർത്താവിന് തന്നോടില്ലല്ലോ എന്ന് അവൾ ഓർത്തുപോയി. വീടെത്തിയതും അപ്പുറത്തെ വീട്ടിൽ നിറയെ ആളുകളും ചർച്ചകളും കണ്ടു. എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് അന്നേരം അവൾക്ക് മനസ്സിലായി. തൻ്റെ അമ്മായിയമ്മയും എന്തൊക്കെയോ കാര്യമായി പറയുന്നത് കണ്ടു. അല്ലെങ്കിലും എരുതിയിൽ എണ്ണയൊഴിക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. ഇക്കുറി മരുമകളുടെ ശബ്ദം എവിടെയും കേട്ടില്ല. രണ്ടും കൂടി അവളെ കൊന്നോ എന്ന് പോലും മീരയ്ക്ക് തോന്നിപ്പോയി. അവിടുത്തെ കോലാഹലങ്ങൾ കാര്യമാക്കാതെ അവൾ വീട്ടിലേക്ക് കയറി. വിനുവും മകനും അകത്തുണ്ടായിരുന്നു. പതിവ് പോലെ അവൾ കുഞ്ഞിന് മുത്തം നൽകി. ഒരു ചായ ഇട്ടതാ. അവളെ കണ്ടതും ഉത്തരവുകൾ തുടങ്ങി. അവൾ വേഗം ഡ്രസ്സ് മാറി വന്ന ശേഷം വിനുവിന് ചായ ഇട്ടുകൊടുത്തു. ശേഷം എന്നത്തെയും പോലെ ബാക്കി ജോലികൾ തുടർന്നു. ന്യൂസെല്ലാം ചോർത്തിയെടുത്ത് അന്നേരം അമ്മ അവിടേക്ക് വന്നു. നീ അറിഞ്ഞോ ആ തലതെറിച്ച പെണ്ണ് ഓടിപ്പോയെന്ന്? പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു. ഓടിപ്പോയെന്നോ? ആരുടെ കൂടെ? മിനു ചോദിച്ചു. ആരുടെയും കൂടെയല്ല, ഒറ്റയ്ക്ക്. അവൾക്ക് ഇവിടുത്തെ പൂർതി മതിയായെന്ന്. അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് ജീവിക്കണമെന്ന്. പോയപ്പോ ആ പ്രാന്തി പെണ്ണ് കൂട്ടിലെ കിളികളെ വരെ തുറന്നു വിട്ടിട്ടാ പോയതെന്ന്. പെണ്ണിൻ്റെ ഓരോരോ നെകളിപ്പേ. അടുക്കളയിൽ നിന്ന് മീര ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മിടുക്കി. ആ ഒരു വാക്കിൽ അവളെ വിശേഷിപ്പിക്കാനാണ് അന്നേരം മീരയ്ക്ക് തോന്നിയത്. നീ അറിഞ്ഞോ അപ്പുറത്തെ പെണ്ണ് ഓടിപ്പോയെന്ന്? അവളൊരു ഭ്രാന്തി തന്നെ. മുറിയിൽ വന്നതും വിനു പരിഹാസത്തോടെ പറഞ്ഞു. ഭ്രാന്തി ആയിട്ടായിരിക്കില്ല വിനുവേട്ടാ, ഭ്രാന്ത് പിടിക്കാതിരിക്കാനാകും അവൾ ഓടി രക്ഷപ്പെട്ടത്. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അവൾ പറഞ്ഞു. താലിയുടെ സുരക്ഷയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോയവരുടെ അവസ്ഥ കാണാം. നമുക്കേ ഒരാണിൻ്റെ ബലമില്ലാതെ ഒരിക്കലും ഒരു പെണ്ണിന് ജീവിക്കാൻ കഴിയില്ല. വിനു വീണ്ടും പരിഹസിച്ചു. താലി കഴുത്തിൽ വീണതു മുതൽ തടവറയിലാക്കപ്പെട്ടവരുണ്ട് വിനുവേട്ടാ ഈ ലോകത്തിൽ. ചിലർക്കത് സുരക്ഷിതത്വമല്ല, തൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന കൊലക്കയറാണ്. പലരും അത് പ്രകടിപ്പിക്കാറില്ലെന്ന് മാത്രം. അതിനർത്ഥം താലി കെട്ടി പുരുഷൻ വിജയിച്ചു എന്നല്ല. കൈ പിടിച്ചു കൊണ്ടുവന്ന പെണ്ണിൻ്റെ മനസ്സറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവളുടെ കണ്ണുനീരിന് കാരണക്കാരനാകുന്നു എങ്കിൽ അതൊരു പുരുഷൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്. ഇനിയെങ്കിലും അവൾ അവളായി ജീവിക്കട്ടെ, അവളുടെ ഇഷ്ടങ്ങൾക്കൊത്ത് പറന്നുയരട്ടെ.
അതിനൊരു താലിയുടെയും സുരക്ഷിതത്വം ആവശ്യമില്ല. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് വെറുതെയാണ്. എല്ലാം വേണ്ടെന്ന് വെച്ച് അവൾ അവൾക്ക് വേണ്ടി എടുത്ത ഈ തീരുമാനമുണ്ടല്ലോ, അവൾ അവളോട് തന്നെ കാണിച്ച ഏറ്റവും വലിയ ശരിയാണത്. അതിനുപോലും തൻ്റെ ഇടമില്ലാത്ത സ്ത്രീകളാണ് ഇന്നും ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും കുറ്റപ്പെടുത്തലുകൾ സഹിച്ചു കഴിയുന്നത്. പക്ഷേ അതൊരാണത്തമായി കരുതേണ്ടതില്ല. പുരുഷൻ എന്ന നിലയിൽ വെറും പരാജയമായി കണ്ടാൽ മതി. ആ പരാജയത്തെ പ്രകീർത്തിച്ച് നടക്കുന്നവർക്ക് മുന്നിൽ എന്തു പറയാനാണ്? ഇനി വരുന്ന തലമുറയെങ്കിലും മാറി ചിന്തിക്കട്ടെ. അന്ന് ആദ്യമായാണ് മീരയുടെ വാക്കുകൾ അയാളുടെ മേൽ തറച്ചു കയറിയത്. അവൾ പറഞ്ഞതിനൊന്നും അയാൾ തർക്കിച്ചില്ല, മറുപടി നൽകിയില്ല. ആ രാത്രി അയാൾ അവളുടെ ശരീരത്തെ ബലമായി കീഴ്പ്പെടുത്തിയില്ല. അന്നാദ്യമായി അവൾ ബന്ധനങ്ങളിൽ നിന്നും മുക്തയാക്കപ്പെട്ടവളെപ്പോലെ സുഖമായി നിദ്രയെ ഉണർന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.